നമസ്കാരം. ഇറാനുമായി നേരിട്ടും പരോക്ഷമായും സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ തന്റെ സൈനിക ശക്തി വൻതോതിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പോഴത്തെ വാർത്തയുടെ കേന്ദ്രം. ഷീൽഡ് ഓഫ് ഇസ്രയേൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ഈ നീക്കം സ്വീകരിക്കുമ്പോൾ ഇത് പ്രതിരോധത്തിനായുള്ള തയ്യാറെടുപ്പാണോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള സൂചനയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് കമ്പനികളിൽ നിന്ന് 2 പുതിയ യുദ്ധവിമാന സ്ക്വാഡ്രോണുകൾ വാങ്ങാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. നൂറുകണക്കിന് കോടി ഡോളർ ചെലവ് വരുന്ന കരാർ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ വലിയൊരു കുതിച്ചുചാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഷീൽഡ് ഓഫ് ഇസ്രയേൽ എന്ന നവീകരണ പദ്ധതിയുടെ ഭാഗമായി F-35, F-15IA എന്നീ അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേൽ സ്വന്തമാക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 350 ബില്യൺ ഷെക്കർ പ്രതിരോധ നവീകരണ പദ്ധതിയുടെ ആദ്യ ഘട്ടമാണ് ഈ നീക്കമെന്നാണ് വാദം. ഒക്ടോബർ 7-ന് ശേഷം മാറിയ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് സൈനിക ബജറ്റിലും യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധന വരുത്താൻ ഇസ്രയേൽ തീരുമാനിച്ചത്. ഇതനുസരിച്ച് F-35 വിമാനങ്ങളുടെ എണ്ണം 50-ൽ നിന്ന് 100ആയും F-15IA വിമാനങ്ങൾ 25-ൽ നിന്ന് 50ആയും ഉയർത്തും. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ ഇസ്രയേൽ വ്യോമസേനയിൽ സാങ്കേതികമായി വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്വയം നിയന്ത്രിത വിമാന സംവിധാനങ്ങൾ, അടുത്ത തലമുറ പ്രതിരോധ കവചങ്ങൾ എന്നിവയ്ക്ക് പുറമെ ബഹിരാകാശ യുദ്ധതന്ത്രങ്ങൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും സേനയുടെ വിപുലീകരണം. ഇറാനുമായുള്ള സമീപകാല സംഘർഷങ്ങൾ വ്യോമശക്തിയുടെ പ്രാധാന്യവും യുഎസുമായുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ അനിവാര്യതയും വ്യക്തമാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ വക്താക്കൾ ചൂണ്ടിക്കാട്ടി. വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ആയുധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിയോടൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുമുള്ള ഈ വിമാനങ്ങൾ 2030ഓടെ ഇസ്രയേൽ സേനയുടെ ഭാഗമാകും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കാം. ഒന്നാമതായി, ഇത് മിഡിൽ ഈസ്റ്റിൽ ആർംസ് റേസ് കൂടുതൽ ശക്തമാക്കാൻ ഇടയാക്കും. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോട് പ്രതികരിച്ച് കൂടുതൽ ആയുധ സമാഹരണം നടത്താൻ സാധ്യതയുണ്ട്. അതോടെ പ്രദേശത്തെ സ്ഥിരത കൂടുതൽ തകരാനും ഇടയുണ്ട്. രണ്ടാമതായി, ഇസ്രയേൽ കൂടുതൽ സൈനികമായി മുന്നോട്ട് പോയാൽ നേരിട്ടുള്ള യുദ്ധ സാധ്യതയും വർദ്ധിക്കും. ഇപ്പോൾ പ്രോക്സി തലത്തിൽ നടക്കുന്ന സംഘർഷം വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് മാറാൻ നിമിഷങ്ങൾ മതി. മൂന്നാമതായി, ഈ നീക്കം നയതന്ത്ര ചർച്ചകളെ ബാധിക്കാനും സാധ്യതയുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഇത്തരം വൻ സൈനിക വികസനങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം കുറയുകയും ചർച്ചകൾ തകരുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇറാനുമായി നടക്കുന്ന പരോക്ഷ ചർച്ചകളിൽ ഇത് വലിയ തിരിച്ചടിയായേക്കാം. അതേസമയം ഇസ്രയേലിന്റെ കാഴ്ചപ്പാടിൽ ഇത് സുരക്ഷയ്ക്കുള്ള നിർബന്ധിത നീക്കമെന്ന നിലയിലാണ് കാണുന്നത്. കഴിഞ്ഞ യുദ്ധങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ അനുസരിച്ച് ഭാവിയിലെ ഭീഷണികളെ നേരിടാൻ മുൻകൂട്ടി സജ്ജമാകേണ്ടതുണ്ട് എന്നാണ് അവരുടെ വാദം. ചുരുക്കി പറഞ്ഞാൽ, ഈ യുദ്ധവിമാന കരാർ ഒരു പ്രതിരോധ തീരുമാനം മാത്രമല്ല, ഇത് മിഡിൽ ഈസ്റ്റിലെ ശക്തി സമത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ നീക്കമാണ്. ഇസ്രയേൽ കൂടുതൽ സൈനികമായി ശക്തമാകുമ്പോൾ അതിന്റെ സുരക്ഷ വർദ്ധിക്കുമോ അല്ലെങ്കിൽ പുതിയ യുദ്ധങ്ങൾക്ക് വഴി തുറക്കുമോ എന്നത് ഇനി വരുന്ന ദിവസങ്ങൾ തീരുമാനിക്കും.